എന്തായാലും ഇവിടുത്തെ ഒരു അവസ്ഥ നോക്കി, എവിടെ നോക്കിയാലും ബിൽഡിങ്ങുകൾ മാത്രം. സോറി ഗൈസ്, ചീറ്റിപ്പോയി. ഇത്രയും ദൂരം വന്നപ്പോൾ പറഞ്ഞു നമ്മുടെ സർവീസ് ഇല്ല. വെൽക്കം ബാക്ക്, ഷെബിയാണേ. അങ്ങനെ നീണ്ട ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്ന് ഒരു പുതിയ യാത്ര പോവാണേ. അങ്ങോട്ടുള്ളതെന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് ഒരുപാട് കഥകളുണ്ട്. കാരണം ഒരുപാട് പ്ലാനിങ്ങിന് ശേഷമാണ് നമ്മൾ ഈ ഒരു യാത്ര പിന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സത്യം പറയുകയാണെങ്കിൽ എറണാകുളം പോവാണ് നമ്മൾ. ഇന്നത്തെ ദിവസം അവിടെ ചിലവഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ഒരു അടിപൊളി വീഡിയോ കയറാം. നമ്മളങ്ങനെ NH കയറിയാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരുപാട് ദിവസത്തിന് ശേഷം നമ്മൾ ഇങ്ങനൊരു ലോങ് ട്രിപ്പ് അടിക്കാൻ പോണത്. ലോങ് എന്നല്ല, ഇങ്ങനെ ഒരു യാത്ര പോണത്. അപ്പോൾ ഇനിയും നല്ല നല്ല യാത്രകൾ ഇനിയും വരുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് അവിടെ ചിലവഴിക്കാം. എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. നമ്മുടെ പുതിയ പാലത്തിൻ്റെ വർക്ക് ഉണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കണേ. അതിൻ്റെ കൺസ്ട്രക്ഷനാണ് ഇപ്പം ഇങ്ങനെ നടക്കുന്നത്. ചെറിയ തോതിൽ ബ്ലോക്കും ഉണ്ട്, അത് വേറെ രസം. പാലത്തിൻ്റെ പരിപാടി ഒന്നുണ്ട്, എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ഉണ്ട്. പതുക്കെ ഇങ്ങനെ നീങ്ങി പോകണുള്ളൂ. പുരോഗമിക്കട്ടെ അല്ലേ, ഷെയറാവട്ടെ. ചോപ്പാട്ടിയല്ലേ വണ്ടി. ചെറുതായിട്ട് നല്ല ഉറക്കം കുറഞ്ഞ് ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം എവിടെത്തി പോകും, ആലുവത്തറായി. പിന്നെന്താണാല് ഈ NH ഇങ്ങനെ പോവല്ലേ, ഇതിങ്ങനെ കാണിച്ചു നിന്നിട്ട് മടുപ്പിച്ചേണ്ട എഴുതിട്ടോ. അപ്പൊ ഏകദേശം ഞാൻ ഇവിടെ എത്തട്ടെ. പൊളിക്കും ഇന്നത്തെ ദിവസം അടിപൊളിയാക്കല്ലേ എന്ന് വിചാരിക്കുന്നു. കുറച്ചൊക്കെ ലൈറ്റൊക്കെ കൂടെ വന്നപ്പോൾ ഉഷാറായി. രാവിലെ പോകുന്ന കഴിയുമ്പോൾ നമ്മളതാണ് വീഡിയോ എടുക്കാൻ കേട്ടോ. രാവിലെ അതാ വീഡിയോ എടുക്കാൻ പ്രത്യേകിച്ച് ഒന്നും കാണാണ്ടാവില്ല. ഇതാകുമ്പോൾ പ്രശ്നമില്ല. മെട്രോ ഉണ്ട് ഇന്ന് മുകളിൽ കൂടെ ഇങ്ങനെ പോണ്. മെട്രോ ട്രാക്കാണിത്. നമ്മളിപ്പോൾ ഉള്ളത് ആലുവയിലാണ്. ആലുവ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കാരണം ഒരു 5 മിനിറ്റ് നമ്മൾ കുറച്ച് നേരത്തെ നിന്ന് നിർത്തിയത് കൊണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ പോകുന്നൊക്കെ. അപ്പോൾ എന്താ മെട്രോ ട്രാക്കാണ്. എന്തായാലും ഇവിടുത്തെ ഒരു അവസ്ഥ നോക്കി, എവിടെ നോക്കിയാലും ബിൽഡിങ്ങുകൾ മാത്രം. ഏത് സൈഡിലോ ഇത് നമ്മൾ വലിയ ഗൾഫ് രാജ്യത്തൊക്കെ എത്തിയ മാതിരി എവിടെ നോക്കിയാലും ബിൽഡിങ്ങുകൾ. ആ ബിൽഡിംഗ് നല്ല ചുരുക്കുണ്ട് കാണാൻ. ഏതല്ലേ എമ്മ ഹൈറ്റൊക്കെ ഇതിനൊക്കെ. ഇതൊക്കെ മുകളിൽ താമസിക്കണ സമ്മതിക്കണല്ലേ, എന്താ വ്യൂ ഉണ്ടാവല്ലേ. അങ്ങനെ നമ്മൾ ഇവിടെ പാലം കയറിക്കൊണ്ട് പോവാണ്.
സോറി ഗൈസ്, ചീറ്റി പോയി. ഇത്രയും ദൂരം വന്നപ്പോൾ പറഞ്ഞു നമ്മുടെ സർവീസ് ഇല്ല. അങ്ങോട്ടല്ലേ നമ്മൾ ഓടിച്ചെടുത്ത് എടുത്തോട് ചോദിക്കും ഞങ്ങ കയറ്റിട്ടുണ്ടങ്ങോട്ട് എന്തായി ഡ്രൈവർ സുഖമല്ലേ? ഹോൺ അടിച്ച് പോയി. പൊട്ടാണിക്കൽ ഗാർഡൻ അടിച്ചോ കളഞ്ഞു. എന്താലേ ഗൾഫ് രാജ്യങ്ങളെ പോലെയുണ്ടോ ഇവിടുത്തെ ഓരോ എന്താ പറയാ തടാകങ്ങളും പിന്നെ അതേമാതിരി ബിൽഡിങ് ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ ഏതോ ഒരു രാജ്യത്ത് പോയാൽ അതിന്. സർവീസ് ഇല്ലാത്തോണ്ട് എന്താ പറയാ ഒക്കെ പാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. എന്താ റോഡില് തന്നെ റോഡ്. താണ്ടി വരുന്നൊരു ബോട്ട്. എന്താ ഫിഷിംഗ് ബോട്ടാ? ഫിഷിംഗ് ബോട്ടാണ്. ഏതാ വലിയൊരു ബോട്ടൊക്കെ നിങ്ങളവിടെ? ബോട്ടല്ല, കപ്പലുണ്ട്. എന്താ ചെറുതെന്ന് നല്ല സ്പീഡ് പോകണമൊക്കെ. അപ്പുറത്ത് വലിയൊരു കപ്പല് കൂടുതലില്ലേ. വൈപ്പിൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. സംഭവം ഞങ്ങളെ എന്താ പറയുക ഫോട്ടോ വെച്ച് പോകാനുള്ളതാണ്. ഇവിടുന്ന് കായൽ കഴിഞ്ഞപ്പുറത്ത് ഫോട്ടോ വെച്ചാണല്ലോ. ഞങ്ങൾ എന്താ പറയുക വാട്ടർ മെട്രോ ഉണ്ടെന്ന് കരുതിയത്. അപ്പോൾ അത് എറണാകുളത്തേക്ക് മാത്രമാണ് ഇത് സർവീസ് ഉള്ളത്. പിന്നുള്ള ജങ്കാറ അതാണ്. ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ അവിടെ. ഇവിടുന്ന് എന്താ പറയുക വാട്ടർ മെട്രോ ഒക്കെ ഉണ്ട്. വാട്ടർ മെട്രോ ഇപ്പം നേരെ എന്താ പറയുക എറണാകുളത്തേക്ക് മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. അവിടെ വലിയ ബോട്ടിന് പോകണുണ്ട് നിങ്ങൾ? കോഴിക്കോട് വണ്ടിയാണ്. കോഴിക്കോട് വണ്ടി ആകുമ്പോൾ ജങ്കാർ അവിടെ എത്തി. പിന്നെന്താ ഇതിൽ ഫെസിലിറ്റി ആണ്, അവിടെ പാർക്കിംഗ് ഉണ്ട് ഫ്രീ. സംഭവം നമ്മൾ വാട്ടർ മെട്രോ കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ നേരെ എറണാകുളത്തേക്കാണ് ഇപ്പോൾ ഉള്ളത് ഒരു ട്രിപ്പ് ഉള്ളത്. അവിടെ നിന്നിട്ട് ഫോട്ടോ വെച്ച് കയറാനുള്ള പ്ലാനില്ല. പിന്നെയുള്ള ജങ്കാറിൽ ഈ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ തല പൊന്നാവും. തല അല്ല പൊന്നാവും. അപ്പോൾ നമ്മളത് എന്ത് ചെയ്ത അങ്ങോട്ട് പോയില്ല. നമ്മൾ വന്ന് തിരിച്ചു. പിന്നെ ഇനിയിപ്പോൾ അടുത്തപ്പോൾ ഇറങ്ങട്ടാ, അടുത്തപ്പോൾ ഞാൻ കേട്ടാ നമുക്ക് പോയോക്കാം. സത്യം പറഞ്ഞാൽ നല്ല ക്ലൈമറ്റും നല്ല അടിപൊളിയാണ്. അത് ആ പൊരിഞ്ഞ വെയിലുണ്ട്. സ്ഥലം ഉഷാറാട്ടോ, അടിപൊളിയാണ്. അവിടെ ഒരു മാങ്ങ തൂങ്ങിക്കണുണ്ട് ഞങ്ങൾ കണ്ടോ, വലിയ മാങ്ങ. തീരുമാനമായി നമ്മളിങ്ങനെ ഫോട്ടോ വെച്ച് ബൈ പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ നേരെ പോണത് നമ്മളെ ലുലുവിൻ്റെ അങ്ങോട്ട് കേട്ടോ. വെറുതെ കറങ്ങി നടക്കുക തന്നെ പരിപാടി. ഇതാണ് നമ്മൾ അടിച്ചു പൊളിക്കല്. പ്രത്യേകിച്ച് അതിൽ കയറൊന്നുമില്ല, എന്നാലും നമ്മളങ്ങനെ കറങ്ങി നടക്കുക. അത് വേറെ രസം. പിന്നെ ആയിക്കോട്ടെ റൈറ്റിങ് കേട്ടോ, നേരം. പിന്നെ എന്താ പറയാ ഒരുപാട് ട്രക്കുകളുണ്ട് അവിടെ, കണ്ടെയ്നറുകളുണ്ട്. ഒരുപാട് കണ്ടെയ്നറുകളുണ്ട്. അവർക്ക് തന്നെ ഇവിടെ 2 പമ്പ് ഉണ്ട് കേട്ടോ. ഭാരത് പെട്രോളിയം പറഞ്ഞിട്ടൊന്നും, അതേമാതിരി നമ്മളെ ഇന്ത്യൻ ഓയിലിന്റെ ഒരു പമ്പുണ്ട്. ഇങ്ങനെ 2 പമ്പ് ഇവർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും
വളരെ അടിപൊളി റോഡ്. സംഭവം എന്നുവെച്ചാണ് അങ്ങനെ വീണ്ടും നമ്മൾ വന്ന് നമ്മളെ മെട്രോ ട്രാക്കിന്റെ താഴത്തെത്തി. നമ്മളിപ്പോ ഇനി ഒന്ന് ലുലു കയറി നോക്കട്ടെ, ഒന്ന് ഫ്രഷ് ആയി കണ്ട് സെറ്റപ്പ് ആണോ. അപ്പൊ ലുലു ഇരിക്കട്ടെ. സമയമുണ്ടല്ലോ അല്ലേ? ഉണ്ടേ. എറണാകുളത്തേക്കോട് വന്നാല് തല ആകെ തിരിഞ്ഞ് നമ്മൾ വന്ന സ്ഥലം അറിയില്ല, എയിലെ പോണത് ഒരു ഐഡിയ ഇല്ലാതെ ഇങ്ങനെ പോവാ. കോൺഫിഡൻസ് വേണ്ട നമുക്ക്, അപ്പൊ അതൊക്കെ പോയാൽ മതി. പാലാരിവട്ടമാണ് കേസ് ഇത്. എറണാകുളത്തിന്റെ ഒരു ഹൈലൈറ്റ് ഈ സാധനമാണ്, ഈ പാലം. ഇതിന്റെ താഴെ ഇങ്ങനെ പോവാ, അത്ര രസമാണിത്. പക്ഷെ എയിലെ വന്നത് എങ്ങനെ പോവാന്നുള്ളതൊരു ഐഡിയ ഉണ്ടാവില്ല, ആകെ കറങ്ങും. പിന്നെ നമ്മളെ സുജിത്തേട്ടന്റെ വീട് ഇവിടെ ഓടുവാണ്, സുജിത്തേട്ടന്റെ ഫ്ലാറ്റ്. കാണാൻ ചാൻസ് ഇല്ല, ഏകദേശം ഒരു നടുക്കായിട്ടാണ് ഫ്ലാറ്റ് വരുന്നത്. അപ്പൊ ഇനി ലുലുക്ക് പോവാണ്. ലുലുവിലേക്ക് കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. അങ്ങനെ നിൽക്കുക.